എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്ക് മനോഹരമായ എന്തോ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സൂര്യ സ്പാ ആൻഡ് ഹെയർ സ്റ്റുഡിയോയിലെ സൂര്യ ചേച്ചിയാണ്. അപ്പോൾ നമസ്കാരം സൂര്യ ചേച്ചി. നമസ്കാരം. അപ്പോൾ ചേച്ചി ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്? ഇന്ന് ഒരു ഫാഷൻ ഹെയർ കളറിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫാഷൻ ഹെയർ കളറിംഗ് ആണ്. ഇപ്പം എല്ലാവരും ഹെയർ കളറിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണല്ലേ? അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു കട അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർലർ എവിടെയാണ് എന്നൊന്ന് പറയാമോ? ഇത് ഉള്ളൂരാണ്. ഉള്ളൂർ ജംഗ്ഷനിൽ ആക്കുളത്തേക്ക് പോകുമ്പോൾ ഒരു 200 മീറ്റേഴ്സ് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഹെയർ കളറിങ്ങിനൊക്കെ ഒരുപാട് പേര് വരാറുണ്ടോ? വരാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പതുക്കെ കടന്നാലോ? ഓക്കെ, അപ്പോൾ ഈ ഹെയർ കളറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ? അപ്പം ഏതൊക്കെയാണ് നല്ല നല്ല ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? നല്ല നല്ല ഷെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമേ ഉള്ളവർ പറയുന്നത് ഒരു ഷെയ്ഡിന്റെ പേരും ഞങ്ങൾ പറയുന്ന ഷെയ്ഡിന്റെ പേരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഞങ്ങൾ റിഫ്ലക്സ് വെച്ചിട്ടാണ് പറയുന്നത്. ഹെയർ അതായത് നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ആ ഹെയറിൽ എന്ത് റിഫ്ലക്റ്റ് ആണോ വരുന്നത് അങ്ങനെ. ആഷ് റിഫ്ലക്റ്റ് ഉണ്ട്, ഇറിഡിസെന്റ്, റെഡ്, മഹാഗണി, അങ്ങനെ ഓരോരോ റിഫ്ലക്ട്സ് ഉണ്ടാവും. നമ്മുടെ മുടിയുടെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പം ഒരു ബ്ലാക്ക് ഹെയർ ആണ് അല്ലെങ്കിൽ ബ്രൗൺ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യണം. കളർ ലിഫ്റ്റ് ചെയ്തിട്ട് ആ ലിഫ്റ്റിങ്ങിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ആ ഒരു റിഫ്ലക്ഷനും കൂടെ വരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കളർ മാറ്റുകയാണ്. അപ്പൊ ഇതൊരു ഡാർക്ക് ഹെയറിനെ നമ്മൾ കുറച്ചൊരു ബ്ലോണ്ടിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതായത് ഫുൾ മാറ്റുകയല്ല, അതായത് നമ്മുടെ ഹെയറിന്റെ പിഗ്മെന്റ്സ്, ഇപ്പം നാച്ചുറൽ പിഗ്മെന്റ്സ് ഉണ്ടാവും. നാച്ചുറൽ പിഗ്മെന്റ്സിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ പിഗ്മെന്റ്സിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഇന്ത്യൻ ഒരു ഹെയറിന്റെ ഒരു ടോൺ ഉണ്ടല്ലോ, അപ്പൊ ആ ടോണിന് ചേർന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഇന്ത്യൻ ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് സൗത്തും നോർത്തും എല്ലാം ഉണ്ട്. അതെ അതെ അതെ. പിന്നെ നമ്മുടെ അണ്ടർടോണും കൂടെ നോക്കണം. നമുക്ക് 2 ടൈപ്പ് അണ്ടർടോൺ ഉണ്ടാവും, 2-3 ടൈപ്പ്. ഒന്നുകിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അണ്ടർടോൺ ഉണ്ടാവും, അല്ലെങ്കിൽ വാം ആയിരിക്കും, അല്ലെങ്കിൽ കൂൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ റിഫ്ലെക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. വാം ആൻഡ് കൂൾ ടോൺസ്, റിഫ്ലെക്സ്. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ, അപ്പം ജസ്റ്റ് കളർ മാത്രം നോക്കിയാൽ പോരാ. സ്കിൻ കളർ മാത്രമല്ല, നമ്മുടെ അണ്ടർടോണും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് റിഫ്ലക്റ്റ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെയറിൽ ഓൾറെഡി ഒരു കളർ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് അതിനെ ഇനി ചെയ്യാൻ പോകുന്നത്? ഇത് ആക്ച്വലി ഈ ഹെയറിലുള്ള കളർ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പർ റിഫ്ലക്റ്റ് ആണ് ഉള്ളത്. അപ്പം കുട്ടി പറഞ്ഞു കോപ്പർ റിഫ്ലക്റ്റ് തന്നെ ഇതേ ഷെയ്ഡ് തന്നെ വേണം പറഞ്ഞു. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് വേണ്ട. അപ്പൊ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുന്നത്, ഒരു ലൈറ്റ് ബ്ലോണ്ട് വിത്ത് കോപ്പർ ഗോൾഡ് റിഫ്ലക്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിനോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഏരിയയിൽ തന്നെയാണോ ഇനിയും? അല്ല. ഓക്കെ, അപ്പൊ അതായിരിക്കുമോ ഭംഗി? അത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കിടന്നു അറിയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഇത് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 to 6 months ആയിട്ടുണ്ടാവും കളർ ചെയ്തിട്ട്. കാരണം റൂട്ടിൽ ഇത്രയും ഗ്രോത്ത് വന്നിട്ടുണ്ട്, കളർ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ഒരു പ്രൊഫൈൽ പാർട്ടിങ് ചെയ്തു. പ്രൊഫൈൽ പാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോർഹെഡ് മുതൽ നേപ്പ് വരെ ഒരു പാർട്ടിങ് ചെയ്തു. അതിനുശേഷം ഒരു റേഡിയൽ പാർട്ടിങ്, ചെവി മുതൽ ക്രൗൺ വരെ ഒരു പാർട്ടിങ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ചെറിയ ചെറിയ സ്ലൈസസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ സ്ലൈസസ് ആണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് പറ്റി ഇങ്ങനെ ചരിച്ചെടുത്ത്? നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ എടുത്തത്? നമുക്ക് അത് നമ്മുടെ ഒരു കളർ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡയഗണൽ ബാക്ക്വേർഡ് സെക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഡയഗണൽ ബാക്ക്വേർഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും എളുപ്പം ഹൊറിസോണ്ടൽ സെക്ഷൻസ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, നമ്മൾ കുറച്ച് ഫോയിൽ വെക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ എല്ലാം ഫൈനൽ റിസൾട്ട് ഇതായിരിക്കും ബെറ്റർ. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതാണ് രീതി. ഓക്കെ, സ്ലൈസ് എടുക്കുകയാണ്. നമ്മൾ ഒരു സ്ലൈസിന് ഇത്ര ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക.
കളറിൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് അത് ഇതിപ്പോ മൂവ്മെന്റ് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്, സൈഡ് ബ്രഷ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് അപ്പൊ കൂടുതൽ പ്രോഡക്റ്റ് അകത്തോട്ട് കയറും. ഓക്കെ. അപ്പൊ ഇതങ്ങനെ തിക്കായിട്ട് ഇടണം അങ്ങനെ, അല്ലെങ്കിൽ തിന്നായിട്ട് ഇടാവുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മുടി ഓരോ സ്ലൈസും വളരെ തിന്നായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ തിക്ക് ആയിട്ട് എടുക്കുമ്പോൾ അകത്തുള്ള ഹെയറിലൊന്നും കളർ പിടിക്കില്ല, പാച്ചി ആയിട്ട് റിസൾട്ട് വരും. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ കളർ ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉള്ള സ്ഥലത്ത് കൂടുതലായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതിന്റെ സൈഡിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് ഇതിനെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് എല്ലാ സ്ലൈസസും ഇങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ഹെയർ ഫുള്ള് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിപ്പോ ഏതാണ്ട് സെറ്റ് ആയി കഴിഞ്ഞു അല്ലേ? കളർ ആയിട്ടുണ്ട്. ഏത് കളറാണോ നമ്മൾ ഡിസൈഡ് ചെയ്ത് അത് കളർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൗസിന്റെയും ഒന്നിന്റെയും ആവശ്യമില്ല, കയ്യിലൊന്നും ആയിട്ടില്ല, തെളിയിച്ചിരിക്കുകയാണല്ലേ പ്രൊഫഷണൽ ആണെന്ന്. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? ഇത് ഇനി ഫോയിൽ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അപ്പം അതിന് ഒരു പ്രത്യേകം ഷാമ്പു തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിന്റെ ഈ കളറിന്റെ എന്തെങ്കിലും റെസിഡ്യൂസ് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യണം. എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ വെളിയിൽ, ക്യൂട്ടിക്കിളിന്റെ വെളിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്യണം. അതിനൊരു ഷാമ്പു ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഷാമ്പൂയിന് ശേഷം നന്നായിട്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് ആ മാസ്ക് വെച്ചേക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണല്ലേ ചേച്ചി? അപ്പൊ ഇപ്പൊ തന്നെ ആ കളേഴ്സ് നന്നായിട്ട് എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് നിപ്പുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തും ഹെയർ സെറ്റ് ചെയ്യാൻ. ഓക്കെ. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഡ്രൈ ചെയ്യുമ്പോൾ കളർ കുറച്ചും കൂടെ വിസിബിൾ ആവും. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്ലോ ഡ്രൈ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ടോങ്സ് വെച്ചിട്ട് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. കേൾ ചെയ്യണല്ലേ? അത് സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേൾസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, വളരെ എളുപ്പത്തിലാണ് കേട്ടോ ചേച്ചി കേൾസ് ചെയ്തത്. വളരെ പെട്ടെന്ന്, ഒരുപാട് പെട്ടെന്ന് ചെയ്ത്. അത് മാത്രമല്ല, അത് മാറ്റിയ സമയത്ത് തന്നെ കറക്റ്റ് ആ കേൾസ് ഒക്കെ ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യം വന്ന ആളും ഇപ്പൊ വന്ന ആളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരിക. ഇനി മറ്റൊരു സെഗ്മെന്റുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.